കയറ്റൊക്കെ എടുക്കാൻ നിങ്ങൾക്ക് വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ, ഷുവറല്ലേ? അന്ന് സ്വരാജാണ് എഫ്.ഐയുടെ സെക്രട്ടറി, സിന്ധു ജോയ് പ്രസിഡന്റ്. അപ്പോൾ തല്ലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. എസ്.ഐ.ഒ അങ്ങനെ ക്യാമ്പസിലൊക്കെ തല്ലുണ്ടായിരുന്നു. ആ തല്ല് നടന്നത് തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിലാണ്. ഇവിടെ എസ്.എഫ്.ഐ മാത്രമുള്ള സ്ഥലമാണ്. അതേപോലെ തന്നെയാണ് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി ക്യാമ്പസ്. എസ്.എഫ്.ഐയുടെ ലീഡർഷിപ്പ് നമ്മൾ തമ്മിൽ സംഭാഷണമൊക്കെ നടത്തും. എസ്.എഫ്.ഐയും എസ്.ഐ ലീഡർഷിപ്പൊക്കെ പരസ്പരം തിരുവനന്തപുരത്ത് ഇരുന്നു. അന്ന് സിന്ധു ജോയി ഒക്കെ ആദ്യമായിട്ടാണ് എസ്.ഐനെ അങ്ങനെ ഒരു പരിചയം ഉണ്ട്. സിന്ധു ജോയി പിന്നെ CPM വിട്ട് അത് വേറെ. സ്വരാജ് ഇപ്പോൾ വലിയ നേതാവാണ്. പക്ഷേ സ്വരാജിന് എസ്.ഐ നന്നായി അറിയായിരുന്നു. അന്ന് ടി മുഹമ്മദൊക്കെ പോയിട്ടാണ് അങ്ങനെ തിരിച്ച് തല്ലരുത്, നമ്മൾ അടി കൊണ്ട് സംഘടന വളരും. എന്നിട്ട് അദ്ദേഹം വന്ന് പറഞ്ഞു, ഒരു 5 വർഷം കഴിഞ്ഞ ശേഷം പിന്നെ തിരുവനന്തപുരം ക്യാമ്പസിൽ എസ്.ഐ ഉണ്ടാവും, ഇപ്പോൾ തിരിച്ച് തല്ലിയ ആളുകൾ ഉണ്ടാവുകയില്ല. അത് അച്ചട്ട് ശരിയായി. അവിടെ പിന്നെ തിരുവനന്തപുരം ക്യാമ്പസിൽ എസ്.ഐ ഉണ്ടായി. ഈ കനോലിക്കനാലിലൂടെ നേരെ പോയാൽ എൻ്റെ വീട്ടിലേക്ക് എത്തും. കൊടുങ്ങല്ലൂർ വിദ്യാർത്ഥിവൽക്കരണം നടക്കുന്ന സമയമാണ്. അപ്പോൾ ആർട്സ് കോളേജ്, പ്രൊഫഷണൽ കോളേജുകളിലൊക്കെ നമുക്ക് കുറച്ചും കൂടി ശക്തമാണ്. അതേസമയത്ത് മെഡിക്കൽ മേഖലകളിൽ ഒരു അത്ര ശ്രദ്ധ ഇല്ല. പിന്നെ മെഡിക്കൽ മേഖലയിലെ വിദ്യാർത്ഥികൾ ഭയങ്കര അപ്പൊളിറ്റിക്കൽ സ്റ്റുഡൻസ് ആണെന്നൊരു റീഡിംഗ് ഉണ്ടായിരുന്നു. ഭയങ്കര കരിയറിസ്റ്റുകളാണ്. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് അവരുടെ മെഡിക്കൽ മൊറാലിറ്റിയെ കുറിച്ചിട്ടൊക്കെ ഒരു ക്വസ്റ്റ്യൻ ഉന്നയിക്കണം എന്നൊക്കെ വെച്ചിട്ടാണ് മെഡിക്കൽ സ്റ്റുഡൻസ് കോൺഫറൻസ് നടത്തുന്നത്. സമ്മേളനത്തിന് തുടക്കം ഭയങ്കര ശോകമായിരുന്നു. പ്രഖ്യാപന സമ്മേളനം നടത്തിയിട്ട് ഒറ്റ മെഡിക്കൽ മേഖലയിലെ കുട്ടികളും വന്നില്ല. സങ്കടം വന്ന സമയമാണത്. എന്നിട്ട് ഇർഷാദിയ കോളേജിൽ നിന്ന് SI യൂണിറ്റിൽ നിന്ന് എന്ത് ചെയ്തു, കുട്ടികളെ കൊണ്ടുവന്നു. എന്നിട്ട് ആ കുട്ടികൾ വെച്ചിട്ടാണ് ആ പരിപാടി തുടക്കം കുറിക്കുന്നത്. എന്നിട്ട് നമ്മളെന്നും പറയും ഞങ്ങളുടെ ആദ്യത്തെ മെഡിക്കൽ സ്റ്റുഡൻസ് ഇർഷാദിയ കോളേജിലത്തെ SIക്കാരാണെന്ന്. പക്ഷെ അൽഹംദുലില്ലാ വമ്പിച്ച എല്ലാ മെഡിക്കൽ കോളേജുകളിലേക്ക് നമ്മുടെ SIക്കാർ അതിൻ്റെ ജില്ലകളൊക്കെ സ്കൂൾ നടത്തിയിട്ട് 2000-അടുത്ത് കുട്ടികളാണ് നമ്മുടെ മെഡിക്കൽ സ്റ്റുഡൻസ് കോൺഫറൻസിന് പെരുമ്പിലാവിൽ 2 ദിവസം ആ സമ്മേളനത്തിൽ പങ്കെടുത്തു. അതിൽ എല്ലാ മതസ്ഥരും ഉണ്ടായിരുന്നു. അത് ഭയങ്കര വേറൊരു ഹാർമണി അവിടെ ബിൽഡപ്പ് ചെയ്തിരുന്നു. അതിപ്പോൾ ഒരു ഇതാന്ന് പറഞ്ഞാൽ അൻസാർ പള്ളിയിലാണ് എല്ലാ ആൺകുട്ടികളും താമസിച്ചിരുന്നത്. അതിലെല്ലാ മതസ്ഥരുണ്ടായിരുന്നു. ആ മതസ്ഥരൊക്കെ അവിടെ താമസിച്ചു. അപ്പോൾ പള്ളിയിൽ താമസിക്കുക എന്ന ഒരു അനുഭവം ആദ്യമായിട്ടായിരുന്നു കിട്ടിയിരുന്നത്. പിന്നെ ഞായറാഴ്ചയാണ് പിറ്റത്തെ ദിവസം. അപ്പോൾ പെൺകുട്ടികളും ഒക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് പല ക്രിസ്ത്യൻ കുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ ഈ ക്രിസ്ത്യൻ കുട്ടികൾക്ക് പള്ളിയിൽ പോകണം, ചർച്ചിലേക്ക് പോകണം. അപ്പോൾ പെരുമ്പിലാവിൻ്റെ തൊട്ടടുത്താണല്ലോ കുന്നംകുളം. കുന്നംകുളത്ത് ഇഷ്ടംപോലെ ചർച്ചുണ്ട്. അപ്പോൾ നമുക്കന്ന് ഈ യാക്കോബായ, ഓർത്തഡോക്സ്, റോമൻ കത്തോലിക്ക് ഇവർ തമ്മിൽ വ്യത്യാസമൊന്നും അറിയില്ല. അപ്പോൾ കുട്ടികളോട് നമ്മൾ പറഞ്ഞിട്ട് നിങ്ങളെ ചർച്ചിലേക്ക് കൊണ്ടുപോകും. അങ്ങനെ രാവിലെ ചർച്ചിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വണ്ടി ഏർപ്പെടുത്തി കുട്ടികളൊക്കെ ചർച്ചിൽ പോകേണ്ട കുട്ടികൾക്കൊക്കെ ചർച്ചിൽ കയറി. അങ്ങനെ ആദ്യം കാണുന്ന പള്ളിയിൽ എത്തിയപ്പോഴാണ് ഈ പള്ളിയിലേക്ക് ഇത് റോമനാണ്, ഇത് യാക്കോബായ കുട്ടികളുണ്ട്. ആകെ കൺഫ്യൂഷൻ. അപ്പോൾ ഉണ്ടല്ലോ അതൊരു രസമുള്ള എന്താണ്. ഇപ്പം SI എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അർത്ഥത്തിൽ ഭയങ്കര ആവേശമുള്ളതാണ്. അപ്പം പിന്നെ തമാശയൊക്കെ പറയും. അതിൽ പിന്നെ സ്വലാത്ത് ക്യാമ്പയിൻ ഉണ്ടാവും, അതേസമയത്ത് സിനിമ ഉണ്ടാകും. SI എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. പിന്നെ അതേസമയത്ത് കളി ഉണ്ടാവും, ഭയങ്കര വിപ്ലവകരമായ വർത്തമാനം, ആർക്കും മനസ്സിലാകാത്ത കട്ടി സിദ്ധാന്തങ്ങളുണ്ടാകും. അതിൽ എല്ലാവരുടെയും യുക്തിസാബ് നടക്കും. അതിൽ പിന്നെ നിസ്കരിച്ചോ തന്നെയാണ് ചോദിക്കുക, നോമ്പെടുത്തോ, നിങ്ങൾ കുട്ടികളെ സഹായിച്ചോ, സപ്പോർട്ട് ചെയ്തോ, അത്തരം കാര്യങ്ങളും നടത്താതെ ഗഹനമായ കാര്യങ്ങൾ നടത്താനുള്ളത്. സ്പിരിച്വലായാലും അതിൻ്റെ നമ്മുടെ ആത്മീയമായാലും ധാർമ്മികമായാലും രാഷ്ട്രത്തിലൊക്കെ ഈ ഒരു സൂക്ഷ്മത കാലത്താണ് നമുക്കത് കിട്ടുക. നമ്മുടെ എഴുത്ത്, വായന, ബന്ധങ്ങൾ, ഏറ്റവും നല്ല സൗഹൃദം, അതൊക്കെ ഭയങ്കര രസമായിരിക്കും. വിദ്യാർത്ഥിത്വം എന്ന് പറയുന്ന പ്രയോഗം മലയാളത്തിന് സംഭാവന ചെയ്തത് SIയാണ്. ഒരു വാക്ക് സംഭാവന ചെയ്തു എന്ന് മാത്രമല്ല, ഒരു ആശയം കൂടിയാണ് അതിലൂടെ സംഭാവന ചെയ്തത്. സമ്മേളനം എന്ന് പറഞ്ഞാൽ നമ്മുടെ യോജിച്ച ആളുകളുടെ ഒരു മീറ്റിംഗ് മാത്രമല്ല, ഒരു ഭയങ്കര ജനാധിപത്യപരമായൊരു ഡിബേറ്റിൻ്റെ സ്ഥലം കൂടിയായിട്ടാണ് നമ്മുടെ സമ്മേളനങ്ങൾ. അതിലൊക്കെ SIന് വലിയ പങ്കുണ്ട് കേട്ടോ. SIയാണ് ആ കാഴ്ചപ്പാടൊക്കെ വളർത്തുന്നതിൽ. ആശയപരമായും സംഘടനാപരമായിട്ടും ധാരാളം പുതിയ ഇനീഷ്യേറ്റീവ്സുകൾ, ഇന്നോവേറ്റീവായ കാഴ്ചപ്പാടുകൾ സമർപ്പിക്കുന്നതിൽ SIന് വലിയ പങ്കുണ്ട്. SI അത്ര ചെറിയ സംഘടനയല്ല. SIയുടെ ഹിസ്റ്ററി വളരെ സമ്പന്നമാണ്.